ഹായ് നമസ്കാരം, ഞാൻ അഭിലാഷ് മാർക്ക് സെൻറ്റർ ഫോർ ടെക്നോളജിയിൽ നിന്നും. KGC ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള തിയറി പേപ്പറായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 2-ൽ സബ്ജക്റ്റ് കോഡ് 2051 മൊഡ്യൂൾ 1-ലെ ചേസിസ് ആൻഡ് സസ്പെൻഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യനും ആൻസറുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 2 എന്ന പേപ്പർ ടോട്ടൽ 100 മാർക്കിനാണുള്ളത്. അതിൽ നമ്മൾ എഴുതി മേടിക്കേണ്ടത് 60 മാർക്കും 40 മാർക്ക് ഇൻറ്റേർണൽ മാർക്കുമാണ്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പരീക്ഷയാണ്. ഇതിൽ 2 പാർട്ട് ആണുള്ളത്. ഒന്ന് എ പാർട്ട്, അതിൽ വരുന്നത് 20 മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ച് ആകെ 20 മാർക്ക്. രണ്ടാമത്തേത് ബി പാർട്ടാണ്. അതിനകത്ത് 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും 8 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 5 മാർക്ക് വെച്ച് 40 മാർക്കാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് എഴുതി മേടിക്കാനുള്ള മാർക്ക് 60 മാർക്കാണ്. ഇതിൽ പാസ് മാർക്കായിട്ട് വരുന്നത് 24 മാർക്കാണ്. ജയിക്കാൻ വേണ്ടുന്ന മാർക്ക് 24. ഞാനിവിടെ 17 ക്വസ്റ്റ്യനും ആൻസറും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ മാത്രം ഞാനിവിടെ പറയുന്നില്ല. അത് നിങ്ങൾ കണ്ടെത്തുക. ആ കണ്ടെത്തിയ ആൻസർ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ശരിയായ ഉത്തരം കമൻറ്റിൽ രേഖപ്പെടുത്തുന്നവരിൽ നിന്നും ഒരാൾക്ക് ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഡിസ്കഷനിലോട്ട് കടക്കാം. ദ ബാക്ക് ബോൺ ഓഫ് ചേസസ് ഈസ് ഡാഷ്. ചേസസിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്ത്? ആൻസർ ഫ്രെയിം. ഒരു ചേസസിൻ്റെ നട്ടെല്ല് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്നൊക്കെ അറിയപ്പെടുന്നത് ഫ്രെയിം ആണ്. ഈ ഫ്രെയിമിന് മുകളിലാണ് വാഹനത്തിൻ്റെ ബോഡിയും ചേസസിൽ ഉൾപ്പെടുന്ന മറ്റ് ഭാഗങ്ങളും ഉറപ്പിച്ച് നിർത്തുന്നത്. വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ആൻ ഓട്ടോമൊബൈൽ ചേസസ്? ഓട്ടോമൊബൈൽ ചേസസിൻ്റെ പ്രധാന ധർമ്മം എന്ത്? ആൻസർ സപ്പോർട്ട് ദ ബോഡി ആൻഡ് കമ്പോണൻസ്. വാഹനത്തിൻ്റെ ബോഡിയും മറ്റു ഭാഗങ്ങളും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതാണ് ഓട്ടോമൊബൈൽ ചേസിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. ദ ഫ്രെയിം യൂസ്ഡ് ഇൻ മോസ്റ്റ് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ഈസ് ഡാഷ്. ഹെവി ഡ്യൂട്ടി വെഹിക്കിളുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഫ്രെയിം ഏത്? ആൻസർ ലാഡർ ഫ്രെയിം. ലാഡർ ഫ്രെയിം അല്ലെങ്കിൽ കൺവെൻഷണൽ ഫ്രെയിം ആണ് ബസ്, ട്രക്ക് മുതലായ ഹെവി ഡ്യൂട്ടി വാഹനങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. മോണോകോക്ക് കൺസ്ട്രക്ഷൻ മീൻസ്. മോണോകോക്ക് കൺസ്ട്രക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആൻസർ ബോഡി ആൻഡ് ചേസസ് ആർ ഇൻ്റഗ്രേറ്റഡ്. ബോഡിയും ചേസസും ഒറ്റ യൂണിറ്റാക്കി നിർമ്മിക്കുന്നതിനെയാണ് മോണോകോക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് സെപ്പറേറ്റ് ഒരു ഫ്രെയിം കാണില്ല. അതുകൊണ്ട് ഇതിനെ ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ എന്നറിയപ്പെടുന്നു. ഒറ്റ യൂണിറ്റാക്കി നിർമ്മിക്കുന്നതുകൊണ്ട് ഇതിനെ യൂണിറ്റി കൺസ്ട്രക്ഷൻ എന്നും പറയപ്പെടുന്നു. സാധാരണ വാഹനങ്ങളിൽ ആദ്യം ചേസസ് നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ ബോഡി ഉറപ്പിക്കുകയാണ് പതിവ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇതിനെ ഒറ്റ യൂണിറ്റാക്കി നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ മോണോകോക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നു. ആൾട്ടോ, ഇയോൺ, ഹോണ്ട സിറ്റി, ഹാരിയർ, സഫാരി, ഇന്നോവ ഹൈക്രോസ് വരെ ഇപ്പോൾ മോണോകോക്ക് കൺസ്ട്രക്ഷനിലാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെയധികം കുറയ്ക്കാൻ കഴിയുന്നതാണ്. അതേപോലെ വാഹനത്തിൻ്റെ വെയിറ്റും നമുക്ക് പരമാവധി കുറയ്ക്കാൻ കഴിയും. വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ മൈലേജ് വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയും. ദ ചേസസ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് ഡാഷ് മെറ്റീരിയൽ. ചേസസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഡാഷ് ആണ്. ആൻസർ കാർബൺ സ്റ്റീൽ. വാട്ട് ഈസ് വീൽ ബേസ്? വീൽ ബേസ് എന്നാൽ എന്ത്? ആൻസർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് ആൻഡ് റിയർ ആക്സിൽ സെൻറ്റർ പോയിൻറ്റ്സ്. മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ സെൻറ്റർ പോയിൻറ്റുകൾ തമ്മിലുള്ള അകലത്തെയാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കമ്പോണൻറ്റ് ഓഫ് ദ ചേസസ്? താഴെ പറയുന്നവയിൽ ചേസസിൻ്റെ ഭാഗം ഏതാണ്? ആൻസർ സസ്പെൻഷൻ സിസ്റ്റം. വിച്ച് ഓഫ് ദീസ് അബ്സോർബ്സ് ഷോക്സ് ഫ്രം റോഡ് ഇറഗുലാരിറ്റീസ്? റോഡിലെ ആഘാതങ്ങൾ ആഗിരണം ചെയ്യുന്നത് ഇവയിൽ ഏതാണ്? ആൻസർ സസ്പെൻഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ കമ്പോണൻറ്റ് ഓഫ് എ സസ്പെൻഷൻ സിസ്റ്റം? താഴെ പറയുന്നവയിൽ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ പ്രധാന ഘടകം ഏതാണ്? ആൻസർ ഷോക്ക് അബ്സോർബർ. എ മക്ഫേഴ്സൺ സ്റ്റഡ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ. മക്ഫേഴ്സൺ സ്റ്റഡ് സാധാരണയായി ഉപയോഗിക്കുന്നത് എവിടെയാണ്? ആൻസർ ഫ്രണ്ട് സസ്പെൻഷൻ ഓഫ് കാർ. മക്ഫേഴ്സൺ സ്റ്റഡ് ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റമാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങളിൽ ഫ്രണ്ടിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനായി കൂടുതലായി ഉപയോഗിക്കുന്നത് മക്ഫേഴ്സൺ സ്റ്റഡ് സസ്പെൻഷനാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ
ഷോക്ക് അബ്സോർബർ. ഷോക്ക് അബ്സോർബറിന്റെ പ്രധാന ധർമ്മം. ആൻസർ റെഡ്യൂസ് ബൗൺസിങ്. ലംബദിശയിൽ വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ചലനത്തിനാണ് ബൗൺസിങ് എന്ന് പറയുന്നത്. ആ ചലനം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഷോക്ക് അബ്സോർബറിന്റെ ധർമ്മം. ലീ സ്പ്രിങ്സ് ആർ മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ. ലീ സ്പ്രിംഗ് ധാരാളമായി കാണപ്പെടുന്നത് എവിടെയാണ്? ആൻസർ ട്രക്സ് ആൻഡ് ബസ്സസ്. ലീ സ്പ്രിങ്ങുകൾ ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്നത് ഹെവി ഡ്യൂട്ടി വാഹനങ്ങളായ ബസ്, ട്രക്ക് പോലുള്ള വാഹനങ്ങളിലും അതേപോലെ കൊമേഴ്സ്യൽ വെഹിക്കിൾസിലുമാണ്. സെമി എലിപ്റ്റിക് ലീ സ്പ്രിങ്ങുകളാണ് കൂടുതലായി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ടോർഷൻ ബാർ ആക്ട് ആസ് ഡാഷ്. ടോർഷൻ ബാർ എന്തായി പ്രവർത്തിക്കുന്നു? ആൻസർ സ്പ്രിംഗ്. ടോർഷൻ ബാർ ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റമാണ്. കോയിൽ സ്പ്രിംഗ് പോലെ തന്നെ എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ടോർഷൻ ബാറിനുമുണ്ട്. ട്വിസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതും എനർജി അബ്സോർബ് ചെയ്യുന്നത്. അംബാസഡർ കാറിൻ്റെ ഫ്രണ്ട് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനായിട്ട് ടോർഷൻ ബാറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിച്ച് കമ്പോണൻറ്റ് ഈസ് യൂസ്ഡ് ടു അറ്റാച്ച് ദ ലീ സ്പ്രിംഗ് ടു ദ വെഹിക്കിൾ ആക്സിൽ. വാഹനത്തിൻ്റെ ആക്സിലുമായി ലീ സ്പ്രിങ്ങിനെ ഉറപ്പിക്കുന്ന ഘടകം ഏത്? ആൻസർ യു ബോൾട്ട്. യു ബോൾട്ട് ഉപയോഗിച്ചാണ് ലീ സ്പ്രിങ്ങിനെ ആക്സിലുമായി ഉറപ്പിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് ലീ സ്പ്രിംഗ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഹെവി ഡ്യൂട്ടി ട്രക്സ്. ഹെവി ഡ്യൂട്ടി ട്രക്കുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ലീ സ്പ്രിംഗ് ഏതാണ്? ആൻസർ സെമി എലിപ്റ്റിക് ലീ സ്പ്രിംഗ്. വാട്ട് ഈസ് ദ ലോങ്ങസ്റ്റ് ലീഫ് ഇൻ എ ലീ സ്പ്രിംഗ് സസ്പെൻഷൻ സിസ്റ്റം കാൾഡ്? ലീ സ്പ്രിംഗ് സസ്പെൻഷനിലെ ഏറ്റവും നീളം കൂടിയ ലീഫിനെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ മാസ്റ്റർ ലീഫ്. ദ പാർട്ട് വിച്ച് അക്കോമഡേറ്റ്സ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ലീ സ്പ്രിംഗ് ഈസ് ഡാഷ്. ലീ സ്പ്രിങ്ങിലെ നീള വ്യത്യാസത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഡാഷ് ഉപയോഗിക്കുന്നു. ആൻസർ ഷേക്കിൾ. ലീ സ്പ്രിങ്ങുകളുടെ നീള വ്യത്യാസത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഷേക്കിൾ എന്ന് പറയുന്നത്. ലീഫിൻ്റെ ഒരു ഭാഗം ഡയറക്റ്റായിട്ട് ഫ്രെയിമിൽ ഉറപ്പിക്കും, മറ്റേ ഭാഗം ഷേക്കിൾ ഉപയോഗിച്ചാണ് ഉറപ്പിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബമ്പും കുഴിയൊക്കെ ചാടുന്ന സമയത്ത് ആ ലീഫ് മുകളിലോട്ടും താഴോട്ടും ചലിക്കുന്നതിൻ്റെ ഫലമായി ലീഫിനകത്ത് നീള വ്യത്യാസം ഉണ്ടാവും. അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഷേക്കിൾ ഉപയോഗിക്കുന്നത്. വിച്ച് ഫ്രെയിം ടൈപ്പ് ഇൻ്റഗ്രേറ്റ്സ് ദ ബോഡി ആൻഡ് ചേസസ് ഇൻറ്റു എ സിംഗിൾ യൂണിറ്റ്. ബോഡിയും ചേസും ഒരു സിംഗിൾ യൂണിറ്റായി നിർമ്മിക്കുന്ന ഫ്രെയിം ഏതാണ്? ഞാൻ ഇതിൻ്റെ ആൻസർ പറയുന്നില്ല. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഞാൻ 17 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളത് കണ്ടെത്തി ശരി ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാൾക്ക് ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.